മെഴുതിരി കത്തിച്ചു വെക്കുവോ? അങ്ങനെ ഏറ്റവും രസം എന്നറിയങ്ങള് അത് നിങ്ങള് ആ മണിമല ക്ഷേത്രത്തിലെ മണിമല ടെമ്പിളിന് അടിച്ചു കൊടുത്തിട്ട് പേരും അടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കിട്ടും. ഞാനൊരു കാര്യം പറയാം, ആ നിർത്തിവെക്കപ്പെട്ട നിലവിളക്കുണ്ടല്ലോ, അത് കത്തിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അവിടെ. എല്ലാരും മനസ്സിലാക്കണമെങ്കിൽ ആ ഇട്ട ഫോട്ടോത്തെ കാണാൻ ഒരു മൊയ്ലിയാർ ഇങ്ങനെ കുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഒരാളാണ്. അവൻ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇയാളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മെനയാന്ന് ഒരു മുസ്ലിം നാമധാരി നിലവിളക്ക് കൊളുത്തിയ പോലെ. ഞാൻ പറയുന്നത്, ഞാൻ അയാളുടെ ബേക്കിലെ ജുബ്ബ ഇങ്ങനെ പിടിച്ചു. അതൊക്കെ നിങ്ങൾക്ക് കേസറ്റ് കാണാം, അതെല്ലാം കേസറ്റ് കാണാം. അപ്പോ അവിടെ പിന്നെ ഇത് കഴിഞ്ഞു. പ്രസംഗത്തിന്റെ അവസാനം തൗഹീദി പ്രബോധനത്തിന്റെ അവസാനം ഞാൻ പറയുന്നത്, ഈ വെച്ച നിലവിളക്ക് ഇത് അഗ്നി ആരാധനയുടെ ഭാഗമാണ്. നിങ്ങൾ കേൾക്കണം, ആ പ്രസംഗം നിങ്ങൾ കേൾക്കണേ. അഗ്നി ആരാധനയുടെ ഭാഗമാണ്. ഞാൻ എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്തിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെയൊക്കെ ഒരുപാട് ട്യൂബ് ലൈറ്റുകൾ, വലിയ ലൈറ്റ് സംവിധാനങ്ങൾ. അപ്പോ ഇരുട്ട് നീക്കി വെളിച്ചം വരാനല്ല നിലവിളക്ക് കൊളുത്തുന്നത്, അതൊരു അഗ്നി ആരാധനയുടെ ഭാഗമാണ്. അതിപ്പോ വിനയാന്ത ക്ഷേത്രത്തിലുണ്ടായി. അതിനെന്നെ എതിർത്തു ഒരാൾ, ഞാനത് പറഞ്ഞു. പക്ഷേ അവരുടെ പിന്നെ പ്രോഗ്രാം നോട്ടീസിൽ തന്നെ കാണാം ദീപാരാധന എന്ന്. ആ ആരാധനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ആരാധന എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിലവിളക്ക് കൊളുത്തൽ ബൗദ്ധൈവത്വത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പ്രസംഗിച്ച എന്നെയാണ് ഞാൻ നിലവിളക്കുമായി ബന്ധപ്പെട്ട ആരാധനക്ക് പോയി എന്ന് പറയും. മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഇപ്പതാ ഏറ്റവും പ്രഗത്ഭമായ ഒരു ക്ഷേത്രത്തിൽ, കരുനാഗപ്പള്ളിയിൽ മാതാമൃതാനന്ദമയിയുടെ സ്വാമിമാർ പങ്കെടുത്ത പ്രഗത്ഭമായ ഇക്കഴിഞ്ഞ ദിവസം 8-ാം തീയതി, സുഹൃത്തുക്കളെ, അന്നും ഈ നിലവിളക്കിനെതിരെയും ബിംബാരാധനക്കെതിരെയും പച്ച എന്തുണ്ടായതറിയോ? സ്വാമിജി അവിടുത്തെ അമുസ്ലിങ്ങൾ വളഞ്ഞു ചെറുപ്പക്കാരെ എന്നിട്ട് ചോദിച്ചു, സ്വാമിജി വേദഗ്രന്ഥത്തിൽ ബിംബാരാധനല്ല എന്നിവിടെ സമർത്ഥിച്ചല്ലോ മുസ്ലിം പ്രതിനിധി, സത്യാണോ അയാൾ പറഞ്ഞു ചോദിച്ചു. വേദഗ്രന്ഥത്തിൽ വിഗ്രഹാരാധനയില്ല എന്ന് ശരിയാണോ അയാൾ പറഞ്ഞു? സ്വാമിജിക്ക് പറയേണ്ടി വന്നു, അതേ. ആ 18 ആളും ഇന്ന് കരുനാഗപ്പള്ളിയിൽ നമ്മുടെ പ്രവർത്തകരെ പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കി. എന്നിട്ട് എന്ത് നിലവിളക്കിന്റെ മുന്നിൽ ബാലുശ്ശേരി ഞങ്ങളോടൊക്കെ പറയുന്നത്, ക്ഷീരമുള്ളോര വീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കേട്ടില്ലേ? ഇത് നല്ല ആ ക്ഷീരം ചുരത്തുന്ന അകിടിൻ എന്തായിരിക്കും കൊതുകിന്? മുപ്പര് ചോരയും നോക്കിയെടുക്കുകയാണ്. മനസ്സിലാക്കണങ്ങളെ എത്രത്തോളം എന്നറിയോ? അവിടെ പോസ്റ്റർ ഇറക്കിയപ്പോ അതുവരെ അവിടുത്തെ KNMന്റെ ലീഡർമാർ വിമർശിച്ചു. ക്ഷേത്രത്തിൽ തൗഹീദ് പറയാൻ പോയി വിമർശിച്ചു. ഇവിടെയാണ് അവർ സത്യത്തിൽ തൗഹീദിന്റെ പ്രബോധകരാണോ ഇഷ്ടക്കാരാണോ? നിങ്ങൾ പറയൂ, നിങ്ങൾ ശരിക്കും വിലയിരുത്തൂ, കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തൂ. ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല. ദൈവത്തിന് ഫുള്ളായിട്ട് തടസ്സവും എല്ലാ ദേവാ പ്രവർത്തനങ്ങൾക്കും തടസ്സമാണ്.